ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളോട് എനിക്ക് ദേഷ്യം തോന്നാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു സിനി. ഒന്ന് ശാന്തിയുടെ മകൾ, പിന്നെ ഗാഥമോള് പറയുന്ന പോലെ അവളുടെ അതേ രൂപം. പക്ഷെ അതൊക്കെ അവൾ മറികടന്നു. സത്യം പറഞ്ഞ സ്നേഹം കൊണ്ടും കടപ്പാടുകൊണ്ടും തോൽപ്പിച്ചു കളഞ്ഞു. ഞാനൊന്ന് വിളിക്കട്ടെ അവളെ. ഹലോ മാഡം. സുഖാണോ മോളെ നിനക്ക്? അതെ. മനസ്സിലെ സങ്കടമൊക്കെ മാറിയോ? എന്തിനാ സങ്കടം? എല്ലാം നന്നായിട്ട് ചെയ്തു തീർത്തതിന് ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത്. ഗാദിക്ക് സുഖാണോ? പിന്നെ അവിടുത്തെ ആളുകളുടെ രീതികളൊക്കെ കൂടെ കൂടെ പറഞ്ഞു കൊടുക്കണം മാഡം. വലിയ പണക്കാരൊക്കെ ആണെങ്കിലും അവർക്ക് ഒരു സാധാരണക്കാരുടെ മനസ്സാ. അതിന് നോവിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ഗാഥയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്ന് പ്രത്യേകം പറയണം. പറയാം. മോളെന്താ ഇനി ഇങ്ങോട്ട് വരുന്നേ? ഞാനിനി വരുന്നില്ല മാഡം. എന്നെ ഏതെങ്കിലും രീതിയിൽ അവരാരെങ്കിലും കണ്ടാ പിന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അത് ഗാഥയുടെ ജീവിതത്തിനെ ബാധിക്കും. എനിക്ക് ഒളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. എന്താവശ്യമുണ്ടെങ്കിലും മോളിനെ വിളിക്കണം. നീ തിരിച്ചു തന്ന പണം അതുപോലെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എപ്പോ വേണമെന്നുണ്ടെങ്കിലും നിനക്കത് വന്ന് വാങ്ങാം. മാഡത്തിന്റെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. പക്ഷെ എനിക്കും അമ്മയ്ക്കും ജീവിച്ചു പോവാൻ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല മാഡം. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യം തരണേന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അത്രേ വേണ്ടൂ. ഈശ്വരൻ നിനക്ക് നല്ലത് വരുത്തട്ടെ. ഞാൻ വെക്കട്ടെ മോളെ. ശരി. ഓരോ വാക്കുകളിലും അവൾ എന്നെ വല്ലാതെ അതിശയിപ്പിക്കുന്നു സിനി. കഥകളിലൊക്കെ വായിക്കാൻ മാത്രമേ പറ്റൂ. ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരാളെ അവൾക്ക് വേണ്ടി കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. വരട്ടെ. തുറന്നു നോക്ക്. ഇത് വെറും ഒരു ഗിഫ്റ്റ് അല്ല, എന്റെ ഹൃദയം തന്നെയാ. സൂക്ഷിച്ചു വെക്കണം കേട്ടോ.